കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അർത്ഥശാസ്ത്രത്തെക്കുറിച്ചാണ് വിവരിച്ചത്. ചാണക്യന്റെ അർത്ഥശാസ്ത്രം പോലെ ധാരാളം വ്യക്തികൾ അർത്ഥശാസ്ത്രം എഴുതിയിട്ടുണ്ട്. ശുക്രനീതിസാരം എന്ന് പറയുന്ന ശുക്രമഹർഷിയുടെ പുസ്തകം ശരിക്ക് ഡിയർനെസ് അലവൻസ്, ട്രാവലിംഗ് അലവൻസ്, മെഡിക്കൽ അലവൻസ്, മെഡിക്കൽ ലീവ്, അങ്ങനെയുള്ള ഇൻഷുറൻസ്, ഒരാഴ്ചയിൽ എത്ര ദിവസം ലീവ് കൊടുക്കണം, എത്ര മണിക്കൂർ വർക്ക് ചെയ്യണം, ഇങ്ങനെയുള്ള തൊഴിലധിഷ്ഠിതമായിട്ടുള്ള സർവ്വ കാര്യങ്ങളും വിവരിക്കുന്ന അർത്ഥശാസ്ത്ര ഗ്രന്ഥം പോലെയുള്ള ഒരു ഗ്രന്ഥമാണ് ശുക്രനീതിസാരം. പിന്നെ ബൃഹസ്പതിയുടെ ധന്യമായിട്ടുള്ള ധർമ്മശാസ്ത്രം അർത്ഥശാസ്ത്രം പോലെ തന്നെയാണ്. ധാരാളം പുസ്തകങ്ങളുണ്ട്, എനിക്കറിയാവുന്നതും അറിയാത്തതുമായിട്ടുള്ള പുസ്തകങ്ങൾ, ഞാൻ വായിച്ചതും വായിക്കാത്തതുമായിട്ടുള്ള പുസ്തകങ്ങൾ അർത്ഥശാസ്ത്ര ഗ്രന്ഥങ്ങളായിട്ട് ധാരാളമുണ്ട്. അത് കഴിഞ്ഞാൽ 3000 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയത് മുതൽക്ക് 1000 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയത് വരെയുള്ള ഗ്രന്ഥങ്ങളുണ്ട്. അത് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഇൻഡയറക്ട്ലി സൂചിപ്പിച്ചു. ഉപവേദങ്ങളുടെ ലിസ്റ്റിൽ 4 എണ്ണാണുള്ളത്. അതിൽ ഒന്നാമത്തേത് അർത്ഥശാസ്ത്രം, അത് ഋഗ്വേദത്തിന്റെ ഉപവേദമാണ്. ഇനി യജുർവേദത്തിന്റെ ഉപവേദമുണ്ട്, ധനുർവേദം. ധാരാളം പുസ്തകങ്ങളിൽ ഞാൻ വായിക്കേണ്ടായി ധനുർവേദം എന്നൊരു പുസ്തകം ഇന്ന് അവൈലബിൾ അല്ല എന്ന്. പക്ഷെ ധനുർവേദം പുസ്തകത്തിലെ എല്ലാ വിവരണങ്ങളും മഹാഭാരതത്തിലെ യുദ്ധപർവത്തിലുണ്ട്. ഈ 18 ദിവസം നീണ്ടു നിൽക്കുന്ന മഹാഭാരത യുദ്ധത്തില് ധനുർവേദം എന്ന് പറഞ്ഞാൽ സയൻസ് ഓഫ് ആർച്ചറി, യുദ്ധമുറകളെ കുറിച്ച് വിവരിക്കുന്ന, യുദ്ധത്തിൽ ഉപയോഗിക്കുന്ന ആയുധങ്ങളെക്കുറിച്ച്, ആയുധ നിർമ്മാണങ്ങളെക്കുറിച്ച്, യുദ്ധ നിയമങ്ങളെക്കുറിച്ച്, യുദ്ധരീതികളെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട്, എന്ന് ഞാൻ ഉദ്ദേശിച്ചത് വളരെ ഡീറ്റെയിൽ ആയിട്ട് യുദ്ധത്തെക്കുറിച്ച് വിവരിക്കുന്ന ഗ്രന്ഥമാണ് ധനുർവേദം. അതിനകത്ത് ആത്മീയതയൊന്നുമില്ല, ഉപവേദം എന്ന സ്റ്റാറ്റസ് ഉണ്ടെന്നേ ഉള്ളൂ. മുക്താസ്ത്രങ്ങൾ, അമുക്താസ്ത്രങ്ങൾ, വിമുക്താസ്ത്രങ്ങൾ, മുക്താമുക്താസ്ത്രങ്ങൾ തുടങ്ങി ധാരാളം തരത്തിലുള്ള ആയുധങ്ങളെക്കുറിച്ച് ധനുർവേദത്തിൽ വിവരിക്കുന്നുണ്ട്. ആ ആയുധങ്ങളിൽ ഏതാണ്ട് എല്ലാം തന്നെ മഹാഭാരത യുദ്ധത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. നാഗാസ്ത്രത്തെക്കുറിച്ചും ആഗ്നേയാസ്ത്രത്തെക്കുറിച്ചും ബ്രഹ്മാസ്ത്രത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ എന്താണെന്ന് പോലും അറിഞ്ഞൂടാ. പക്ഷെ ഒരു കാര്യം ഉറപ്പാ, നമുക്കൊക്കെ ചിന്തിക്കാൻ സാധിക്കുന്നതിൽ അപ്പുറത്തുള്ള ആയുധങ്ങളും ആയുധങ്ങളുടെ നിർമ്മാണ രീതികളും ആയുധ പ്രയോഗങ്ങളും, മെജോറിറ്റി ഓഫ് ദി ആയുധങ്ങൾ മെറ്റലർജിക്കൽ പ്രോസസ്സിലൂടെ ഉണ്ടാക്കാം. അത് മെറ്റാലിക് അലോയ്, മെറ്റല്, ഇതൊക്കെ ഉപയോഗിക്കാനും അതിതീവ്രമായ വിഷങ്ങൾ ഉപയോഗിച്ച അമ്പ് ചെയ്യാനും എല്ലാത്തിനും, അതുപോലെ തന്നെയുള്ള രഥങ്ങൾ, അതെല്ലാം നല്ല രീതിയിൽ കാണാൻ സാധിക്കും. ബാഹുബലി എന്ന സിനിമയില് യുദ്ധത്തിന് ഉപയോഗിക്കുന്ന 200-ൽ പരം യുദ്ധ ആയുധങ്ങളുടെ ഗവേഷണത്തിലൂടെ ലഭിച്ച വിവരണം കൊണ്ടാണ് അത് ഉണ്ടാക്കിയതെന്ന് പറയുന്നുണ്ട്. ഇവിടെ രാമായണത്തിലും മഹാഭാരതത്തിലുമൊക്കെ ഉപയോഗിച്ചിരുന്ന ആയുധങ്ങൾ അതെങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളത് നോക്കിയിട്ട് അതുപോലെയാണ് ബാഹുബലി എന്ന സിനിമയിൽ അത് ഉണ്ടാക്കി പ്രയോഗിച്ചിരിക്കുന്നത് എന്ന് അതിന്റെ നിർമ്മാതാവ് വിവരിക്കേണ്ടായി. എത്രയോ 1000 വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ഇതുമാതിരിയുള്ള ആയുധ നിർമ്മാണത്തെക്കുറിച്ച് ചിന്തിച്ചിരുന്നു, ആയുധങ്ങളുടെ ഉപയോഗത്തെക്കുറിച്ച് ചിന്തിച്ചിരുന്നു, ആയുധങ്ങളുടെ നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള മെറ്റൽസ്, മെറ്റലർജിക്കൽ പ്രോസസ്സ്, ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ചിരുന്നു. അപ്പൊ നമ്മൾ അറിയേണ്ടത്, നമ്മളുടെ ടെക്നോളജിക്കൽ നോളജ് നമ്മൾ എവിടം വരെ ഉണ്ടായിരുന്നു, ഏത് കാര്യം ചെയ്യുമ്പോഴും തനി പ്രാകൃതമായ രീതിയിലുള്ള യുദ്ധമായിരുന്നില്ല, നിയമത്തിന്റെ അടിസ്ഥാനത്തിലുള്ള യുദ്ധമായിരുന്നു, നിയമാവലികൾക്ക് അടിസ്ഥാനത്തിലുള്ള യുദ്ധമായിരുന്നു പണ്ട് നടന്നിരുന്നത്. അതുകൊണ്ടാണ് അതിനെ ധാർമ്മിക യുദ്ധം എന്ന് പറയുക.
അധർമ്മത്തിന്റെ ശക്തികളെ ഇല്ലാതെയാക്കാനായിരുന്നു ധർമ്മത്തിന്റെ ശക്തികളെ യുദ്ധം ചെയ്തത്. രാജ്യം വെട്ടിപ്പിടിക്കാനായിരുന്നില്ല. രാജ്യം വെട്ടിപ്പിടിക്കുന്നതിൽ ഭാഗമായിരുന്നു, പക്ഷെ അധർമ്മത്തെ നശിപ്പിച്ച് ധർമ്മത്തിന് വേണ്ടിയിട്ടുള്ള രാജ്യം വെട്ടിപ്പിടുത്താം. അപ്പൊ അങ്ങനെയുള്ള യുദ്ധങ്ങള് മാറി വെറും അധികാരത്തിനും തന്റെ ശക്തി കാണിക്കാനുള്ള യുദ്ധമായി തുടങ്ങിയത് 1600 മുതൽക്ക്. വാസ്കോഡ ഗാമ ഇവിടെ വന്ന് പിന്നെ പോർച്ചുഗീസുകാരും ഡച്ചുകാരും സ്പെയിൻകാരും ഫ്രഞ്ചുകാരും ഇംഗ്ലീഷുകാരും അതിനു മുമ്പിൽ മുസ്ലിങ്ങളൊക്കെ വന്ന് അവരുടെ അധികാരം ഇവിടുത്തെ സകലതും ലൂട്ട് ചെയ്ത് കൊണ്ടുപോകാൻ അധികാരം സ്ഥാപിക്കാനുള്ള യുദ്ധം എന്ന് തുടങ്ങിയത് മുഹമ്മദ് ഗസ്നി AD 995 ഭാരതത്തിലേക്ക് കയറുന്നത് മുതൽക്കാണ്. അവരുടെ യുദ്ധമുറകളെല്ലാം കൊല്ലലും അതുപോലെ തന്നെ രാജ്യം വെട്ടിപ്പിടിക്കലും ലൂട്ടിംഗ് ആയിരുന്നു. മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും അവരുടെ അതേ തലമുറക്കാരാണ് ഇന്ന് ഭാരതത്തിലുള്ളത്. അതൊക്കെ സത്യമാണ്, ചരിത്ര സത്യമാണ്, ആരെ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും. ഇംഗ്ലീഷുകാരെ ക്രിസ്ത്യാനികളാക്കിയവരാണ് ഇന്ന് കേരളത്തിലുള്ള ഭാരതത്തിലുള്ള ക്രിസ്ത്യാനികൾ. അല്ലാണ്ട് യേശു ക്രിസ്തുവിനോടും യഹോവയോടും ബഹുമാനം തോന്നിയിട്ട് ബൈബിളിനോട് ബഹുമാനം തോന്നിയിട്ട് പോയവരൊന്നുമല്ല. പലപ്പോഴും രാജാക്കന്മാർ തമ്മിൽ യുദ്ധം ചെയ്തിട്ട് ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും നാട്ടുകാരും തമ്മിൽ യുദ്ധം ചെയ്തപ്പോ ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിലല്ലായിരുന്നു യുദ്ധം. ഇംഗ്ലീഷുകാർക്ക് വേണ്ടി ഇന്ത്യക്കാരും ഫ്രഞ്ചുകാർക്ക് വേണ്ടി മറ്റൊരു വിഭാഗം ഇന്ത്യക്കാരും തമ്മിലായിരുന്നു യുദ്ധം ഇവിടെ. എന്നിട്ട് തോറ്റ രാജാവ് 2000, 5000, 10000 ഹിന്ദുക്കളെ ക്രിസ്ത്യാനികളാക്കാനായിട്ട് വിട്ടുകൊടുത്തതാണ് ലാറ്റിൻ കത്തോലിക്കരെ ഇത്രയും അധികം ഉണ്ടായത്. ഇതൊക്കെ ചരിത്രത്തിന്റെ ഭാഗമാണ്. ഗോപാലകൃഷ്ണൻ തന്നെത്താനെ തോന്നുന്നത് പറയുന്നതൊന്നുമല്ല, നല്ലോണം പഠിച്ചു തന്നെയാ പറയുന്നേ. ഏത് സദസ്സിലും ചോദ്യത്തിന് ഉത്തരം പറയാൻ തയ്യാറാവുന്ന വിധത്തിലാണ്. അപ്പൊ ശരിക്കും പോർച്ചുഗീസുകാർക്കൊക്കെ ഹിന്ദുക്കളെ മുക്കുവന്മാരെ മതപരിവർത്തനം നടത്താൻ വിട്ടുകൊടുക്കുകയായിരുന്നു. തോൽവി അംഗീകരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഒരു വിഭാഗത്തിനെ മതപരിവർത്തനം ചെയ്യാനായിട്ട് വിട്ടുകൊടുത്തത്. ഇപ്പൊ ശരിക്ക് സെയിന്റ് ഫ്രാൻസിസ് സേവിയറെ കുറിച്ച് ഒരു 100 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഇനി അത് വീണ്ടും ആവർത്തിക്കണില്ല. അപ്പൊ ശരിക്ക് യുദ്ധം നടന്നത് ഭാരതത്തില് അധർമ്മത്തിനെതിരെ ധർമ്മത്തിന്റെ യുദ്ധം. അലക്സാണ്ടറുടെ അമ്മ പറഞ്ഞതുപോലെ അത് ഡോക്ടർ APJ അബ്ദുൽ കലാം കൂട്ടിയതുമാതിരി ആ രാജ്യം ഒരു രാജ്യത്തെയും ആക്രമിച്ച് കീഴടക്കിയിട്ടില്ല സൈന്യശക്തി കൊണ്ട്. സൈന്യശക്തി കൊണ്ട് ഭാരതം ഒരു രാജ്യത്തെയും ആക്രമിച്ച് കീഴടക്കിയിട്ടില്ല. ഭാരതത്തിലേക്ക് കയറി വരുന്ന ഒരു സൈന്യത്തെയും തിരിച്ചു പോകാനൊട്ട് അനുവദിച്ചിട്ടുമില്ല. അതാണ് ഭാരതത്തിന്റെ സൈന്യം. ഇത് അബ്ദുൽ കലാം കൂട്ടിയതാണ്. ഇത് പറഞ്ഞത് ശരിക്കും അബ്ദുൽ കലാം അല്ല. പലരും ധരിച്ചിട്ടുണ്ട് ഇത് അബ്ദുൽ കലാമാണ് പറഞ്ഞതെന്ന്. അല്ല, ഇത് അലക്സാണ്ടർ ഇന്ത്യയിലേക്ക് വരുന്നതിന് മുമ്പ് അലക്സാണ്ടറുടെ അമ്മ അലക്സാണ്ടറോട് പറഞ്ഞ വരികയാണ്. ആ രാഷ്ട്രത്തിലേക്ക് അത്ര എളുപ്പത്തിൽ പോകാൻ സാധിക്കില്ല മകനെ. ആ രാഷ്ട്രം സൈന്യശക്തി കൊണ്ട് മറ്റൊരു രാഷ്ട്രത്തെയും കീഴടക്കിയിട്ടില്ല. ആ രാഷ്ട്രത്തിലേക്ക് സൈന്യശക്തി കൊണ്ട് വരുന്നവരെ തിരിച്ചു പോകാനൊട്ട് അനുവദിച്ചിട്ടുമില്ല. അവരെ കൊന്നു കുഴിച്ചു മൂടിയിട്ടുണ്ടെന്നുള്ള അർത്ഥം തന്നെയാണ്. അപ്പൊ അതെല്ലാം ഇവിടെയുള്ള ശരിക്ക് യുദ്ധതന്ത്രമായിരുന്നു. പിന്നെ ധനുർവേദം എന്ന പുസ്തകം ശരിക്കും എഴുതിയിട്ടുള്ളത് ദ്രോണാചാര്യരാണ് എന്നും പറയപ്പെടുന്നു. ദ്രോണാചാര്യ എഴുതിയ പുസ്തകം ഞാൻ വായിച്ചിട്ടില്ല. ദ്രോണാചാര്യരാണ് ധനുർവേദം എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ്. അദ്ദേഹം എഴുതിയ പുസ്തകം ഇന്ന് ലഭ്യമല്ല. പക്ഷേ ധനുർവേദം അറിയണമെന്ന് ആഗ്രഹമുള്ളവർ ആ പുസ്തകം അന്വേഷിച്ചു പോവേണ്ട, മറിച്ച് നേരെ മഹാഭാരത യുദ്ധം, ആ ഭാരത യുദ്ധം വായിച്ചാൽ മതി എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇപ്പൊ ധനുർവേദം യജുർവേദത്തിന്റെ ഉപവേദമാണ്. അർത്ഥശാസ്ത്രം ഋഗ്വേദത്തിന്റെ ഉപവേദമാണ്. നമുക്കത് അങ്ങനെ പഠിക്കാൻ സാധിക്കട്ടെ. പ്രണാമം, നമസ്കാരം.